ഹായ് നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഈ നൂഡിൽസ് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നൂഡിൽസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ നൂഡിൽസ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ലാസ്റ്റിൽ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചതായിരുന്നു. ഇനി കുറച്ച് ബീൻസ് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് റെഡ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചെറുതായി ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെജിറ്റബിൾസ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ വൈറ്റ് പെപ്പറും 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ലാഡിൽ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ സോസൊക്കെ എല്ലായിടത്തും നന്നായി എത്തുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും.